ഹലോ എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ പത്തനംമാറ്റ് സീരിയലിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സീരിയലിൻ്റെ തുടക്കത്തിൽ തന്നെ നായികയുടെ ഫാമിലിയുടെയും ഇൻട്രൊഡക്ഷനാണ് കാണിക്കുന്നത്. നായികയെ പരിചയപ്പെടുന്നതിന് മുമ്പ് നായികയുടെ അമ്മയെ പരിചയപ്പെടാം. ഇവരുടെ പേരാണ് കനകദുർഗ. ഇവർ രാവിലെ എണീറ്റ് ജോഗിങ്ങിന് പോകുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നും റൂട്ടീനായിട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാന്ന്. അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇവർ ശരിക്കും ജോഗിങ്ങിന് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മക്കൾ 3 അതായത് 3 പെൺമക്കൾ. ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ 3 പെൺമക്കളെയും നല്ല കോടീശ്വരന്മാരെ കൊണ്ട് കെട്ടിക്കണമെന്നാണ്. അപ്പം ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഡെയിലി ജോഗിങ്ങിന് പോകുന്നത്. ഈ ജോഗിങ്ങിന് പോകുന്ന വഴിക്ക് വല്ല കാശുകാരൻ ചെക്കന്മാരെയും കണ്ട അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് പരിചയപ്പെട്ട് മക്കളെ അങ്ങ് കെട്ടിക്കാമല്ലോ. എങ്ങനെ ഇവർ ഈ ജോഗിങ്ങിന് പോകുന്ന ഇടയിൽ ഇവർ ക്യാരക്ടർ മെൻഷൻ ചെയ്യുന്ന രീതിക്ക് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ചെറുപ്പക്കാരൊക്കെ വന്ന് ഇവരുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമെന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ആ ചെറുക്കന്മാരോട് ഇവർ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മക്കളെ നീ കണ്ടിട്ടുണ്ടോ, നിങ്ങളൊക്കെ എൻ്റെ മൂത്ത മകളെ കണ്ടിട്ടുണ്ടോ എന്നാണ്. അങ്ങനെ ചോദിക്കുന്ന സീൻ കട്ട് ചെയ്തിട്ട് അടുത്ത സീന് കാണിക്കുന്നത് ഇവരുടെ മൂത്ത മകളെയാണ്. ഇവരുടെ മൂത്ത മകളാണ് നവ്യ. ഈ നവ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഡെയിലി രാവിലെ എണീറ്റ് അമ്പലത്തിലോട്ട് പോകും. അമ്പലത്തിൽ പോകുന്നത് വേറൊന്നിനുമല്ല, അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് മൂത്ത മകൾക്ക്. അമ്മ ജോഗിങ്ങിന് പോയിട്ട് കോടീശ്വരന്മാരെ കിട്ടുമെന്ന് നോക്കുന്നു, മകൾ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് വല്ല കോടീശ്വരന്മാരെയും കിട്ടുമോ എന്ന് നോക്കുന്നു. അപ്പോൾ ഈ നവ്യ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് നല്ല കോടീശ്വര കുടുംബത്തിലോട്ട് കയറി ചെല്ലാൻ സാധിക്കണം, നല്ല പഠിപ്പും വിവരമുള്ള ആളായിരിക്കണം, എൻ്റെ സൗന്ദര്യത്തോടൊപ്പം നിൽക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം എന്നൊക്കെയാണ് നവ്യ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നവ്യയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷനും ഈ എപ്പിസോഡിൽ കൊടുക്കുന്നുണ്ട്. സൗന്ദര്യമുള്ളതിൻ്റെ അഹങ്കാരവും താൻ എന്തോ വലിയ സംഭവമാണെന്നതിൻ്റെ അഹംഭാവമുള്ള ഒരു വ്യക്തി, അതാണ് നവ്യ. എങ്ങനെ നല്ല ഇൻട്രൊഡക്ഷനില്ലേ. അപ്പം ഈ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വഴിയിൽ വെച്ചിട്ട് ഈ അമ്മയും മകളും കൂടിയിട്ട് കാണുവാണ്. കണ്ടിട്ട് ഇവർ തിരിച്ച് വരുന്ന വഴിയിൽ പുറത്ത് ബൈക്കിൽ കുറേ പണിയും കൂലിയും ഇല്ലാത്ത കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. അവരും ഇവരോട് ചോദിക്കുകയാണ് മക്കളെ ഒന്ന് കെട്ടിച്ച് തരുമോ. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇവരുടെ ഈ ദുരാഗ്രഹമൊക്കെ നാട്ടിൽ പാട്ടാണ്. അത് വെച്ചിട്ട് ഇവരെ വേറെ കുറേ ആൾക്കാർ കളിയാക്കുന്നുമുണ്ട്. കനകദുർഗ അവിടെ നിന്നിട്ട് തിരിച്ചു ചെന്ന് ഇവരോട് ചോദിക്കുകയാണ്, എൻ്റെ മക്കളെ കെട്ടാനായിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് യോഗ്യതയുണ്ട്, വിലപിടിപ്പുള്ള കാറുണ്ടോ, നല്ല വലിയ ബംഗ്ലാവുണ്ടോ, കോടികളുടെ ആസ്തിയുണ്ടോ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. ചോദിച്ച് അവരെയൊക്കെ ഒന്ന് ഇൻസൾട്ട് ചെയ്തിട്ട് നല്ല ഗമയിൽ അമ്മയും മോളും കൂടി നടന്നു വരുന്ന വഴിക്ക് ഈ അണ്ണന്മാർ ഇൻസൾട്ടായ അണ്ണന്മാരില്ലേ, അവന്മാരെയൊക്കെ നല്ല തെലുങ്ക് സിനിമയിൽ കാണിക്കുന്ന പോലെ ബൈക്കുമായിട്ട് അമ്മയുടെയും മോളുടെയും ചുറ്റിനും ഇങ്ങനെ വലം വയ്ക്കുവാണ്. ഇതൊക്കെ എല്ലാ ഇൻട്രോ സീൻസിലും ഉള്ള ഒരു മാസ സീൻ തന്നെ. അപ്പം അതിൽ നിന്ന് ഒരുത്തം ബൈക്കിൽ ഇറങ്ങിയിട്ട് നവ്യയുടെ അടുത്ത് വന്ന് അവളുടെ കയ്യിൽ പിടിക്കുകയും അവളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുത്തിപ്പിടിച്ച് കുറച്ച് ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും ദാ പോയി ദാ വന്നു എന്ന് പറയുന്ന പോലെ ആണൻ ആകാശത്തോട്ട് പറന്നു പോവുകയാണ്. ഇങ്ങനെ അപ്പം നമ്മൾ കരുതും ഹീറോ വന്ന് ഇടപെട്ടതാണെന്ന്. സാധാരണ സീനുകളിലൊക്കെ അങ്ങനെയാണല്ലോ, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇടപെട്ടത് മറ്റാരുമില്ല, കനകദുർഗയുടെ 3 മക്കളുണ്ടല്ലോ, ആ 3 മക്കളിൽ ഏറ്റവും ഇളയതാണ്, അതായത് നന്ദു എന്ന് വിളിപ്പേരുള്ള നന്ദന. പിന്നെ അങ്ങോട്ട് കുറേ ഫൈറ്റ് സീനാണ് കേട്ടോ. ഈ ഫൈറ്റ് സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ KGF തോറ്റു പോകുന്ന സീനാണ്. എങ്ങനെയാണെന്നല്ലേ, അതെ, ഈ അണ്ണന്മാർ നവ്യയുടെ അടുത്ത് നിൽക്കുന്നത് ഒരു സ്ഥലത്ത്, ഈ നന്ദന ബൈക്കിൽ വന്ന് നിന്നിട്ട് ഇമാരെ ചവിട്ടുന്നത് മറ്റൊരു സ്ഥലത്ത്. എങ്ങനെ ഈ 2 ലൊക്കേഷൻ്റെയും ഇടയിൽ ഏതാണ്ട് ഒരു 5 മീറ്റർ ഡിസ്റ്റൻസ് കാണും. കാര്യം മനസ്സിലായല്ലോ. ഈ നന്ദന ബൈക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇത്രയും ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഒരാളെ ബൈക്കിൽ നിന്ന് ഇറങ്ങാതെ തന്നെ കാലുകൊണ്ട് ചവിട്ടി അങ്ങ് ആകാശത്തേക്ക് പറപ്പിച്ച് കളഞ്ഞു. എന്താ അല്ലേ, കറാട്ടയൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കണം, നല്ലതാണ്. അതിനിടയിൽ അവൾക്കൊരു ഇൻട്രോ കൊടുക്കുന്നുണ്ട്, എങ്ങനെ നവ്യയ്ക്ക് കൊടുത്തതുപോലെ തന്നെ. അതായത് ഇതാണ് കനകദുർഗയുടെ 3ാമത്തെ മകളെന്നും ഇവള് കാഴ്ചയിൽ പെൺകുട്ടിയാണെങ്കിലും ആണുങ്ങളെ പോലെ ജീവിക്കാൻ ആഗ്രഹമുള്ളവളാണെന്നും ആണ്. അതായത് ഒത്തിരി തൻ്റെ ഇടമുള്ള ഒരു പെൺകുട്ടി, അതാണ് അവർ ഉദ്ദേശിച്ചത്. ഈ ഇൻട്രോ കഴിയുമ്പോഴത്തേക്കും അവൾ ബാക്കിൽ നിന്ന് ചാടി വീണ് ഇവിടെയുള്ള അണ്ണന്മാരെയൊക്കെ അങ്ങ് വലിച്ച് കയറ്റി ചവരിലൊക്കെ വെച്ച് ചാടിച്ചൊന്ന് പൂശുവാണ്.
പൂശൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം പൂശൽ. ഓരോരുത്തരെയും അവരിങ്ങനെ ചാക്കൊക്കെ ഇങ്ങനെ എടുത്ത് എറിയുന്ന പോലെ അങ്ങോട്ട് എറിയുവാണ്. അങ്ങനെ കുറേ എറിയും മറിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുത്തനെ പിടിച്ച് നടുറോട്ടിലിട്ട്. അത് കഴിഞ്ഞ് നാട്ടുകാരൊക്കെ കൂടിയപ്പോഴത്തേക്ക് കനകദുർഗ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനോട് പറയുവാണ്, എടാ സൗന്ദര്യം മാത്രമല്ല, ആ സൗന്ദര്യത്തെ ചോദ്യം ചെയ്യുന്നവരെ കയ്യേറ്റം ചെയ്യാൻ മിടുക്കുള്ളവരും കൂടിയാണ് എൻ്റെ പെൺമക്കളെന്ന്. കൊള്ളാല്ലേ, നല്ല ഡയലോഗ്. ഇത് ഇത്രയും കഴിയുമ്പം അടുത്ത കാണിക്കുന്നത് അതാണ് നല്ലൊരു അടിപൊളി സീന്. എങ്ങനെ നമ്മുടെ കഥയിൽ ഒറിജിനൽ നായികയെ കാണിക്കുകയാണ്. നായികയെ ഇങ്ങനെ എല്ലാ സിനിമയിലത്തെയും പോലെ സ്കൂട്ടിയിൽ, അല്ല എല്ലാ സിനിമയിലും ഇങ്ങനെ സ്കൂട്ടിയിലല്ല വരുന്നത്, പക്ഷേ ഈ സീനിൽ നായിക വരുന്നത് സ്കൂട്ടിയിലാണ്. നല്ല സുന്ദരിയായിട്ട് സ്കൂട്ടിയിൽ ഇങ്ങനെ നല്ല മെയിൻ റോഡിൽ കൂടി ഇങ്ങനെ സ്കൂട്ടി ഓടിച്ചു വരുവാണ്. കാറ്റത്ത് ഇങ്ങനെ പാറി പറന്ന് വരുവാണ്. ഏതാണ്ട് 10 മിനിറ്റ് അങ്ങനെ പറന്ന് വരുമ്പോഴത്തേക്കും ഒരു ഹോൺ അടിക്കുന്നുണ്ട് ബാക്കിൽ നിന്ന് വരുന്ന കാറ്. ആ ഹോണടി കേട്ടോടനെ ഇവളങ്ങ് സ്കൂട്ടി നടുറോട്ടിൽ തന്നെ നിർത്തി. അപ്പോൾ എന്താ ചെയ്യുക, സ്വാഭാവികമായിട്ട് പിന്നിൽ നിന്ന് വരുന്ന കാറ് തട്ടും. അത്ര തന്നെ. അതുപോലെ കാറ് തട്ടിയിട്ട് ഈ നായിക അങ്ങോട്ട് സ്കൂട്ടിയുമായി മറിഞ്ഞു വീഴുന്നു. അപ്പോഴത്തേക്കുമുണ്ട് ഈ കാറിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരുന്നു. ആരാന്നല്ലേ? അതെ, അത് തന്നെയാണ് നായകൻ, കഥയിലെ നായകൻ ആദർശ്. അവനിങ്ങനെ ഇറങ്ങി വന്നിട്ട് കാണുന്നത് മറിഞ്ഞു വീണ് കിടക്കുന്ന നായികയാണ്. അയ്യോ പാവം തോന്നി അവൻ അപ്പം തന്നെ അയ്യോ സോറിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് പോരല്ലോ, അതാവില്ലല്ലോ സീന്. നായിക അപ്പം തന്നെ എണീറ്റിട്ട് എന്തോന്ന് സോറി, തനിക്ക് കണ്ണില്ലേടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നായികയെ സ്വാഭാവികമായിട്ടും മിടുക്കിയാവണമല്ലോ. മിടുക്കിയാവണമെങ്കിൽ ഇങ്ങനെ നല്ല കിടുകാച്ചി ഡയലോഗൊക്കെ പറയണ്ടേ. അങ്ങനെ കുറേ ഡയലോഗൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ നായകനും നായികയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. പിന്നെ കുറേ ഡയലോഗ് കഴിഞ്ഞ് ഈ നായകൻ ഇതൊക്കെ നിൻ്റെയൊക്കെ സ്ഥിരം പരിപാടിയല്ലേ എന്നൊക്കെ ചോദിച്ച് കയ്യിൽ കുറച്ച് കാശും വെച്ചിട്ട് നായിക ഇൻസൾട്ട് ചെയ്തിട്ട് പോകുന്നു. അപ്പം നാട്ടുകാരുടെ മുന്നിൽ ഇൻസൾട്ടായ നായിക വെറുതെ വിടുമോ നായകനെ? അതും ഇത്രയും സ്മാർട്ടായ നായിക. അങ്ങനെ നടന്നു പോകുന്ന നായകന് പിന്നാലെ ചെന്നിട്ട് ഇവൾ ആ കാശെടുത്ത് തിരിച്ച് നായകൻ്റെ കയ്യിലോട്ട് വെച്ചിട്ട് നല്ല ഒന്നാം തരം ഡയലോഗ് പറയുവാണ്. കയ്യിൽ കുറച്ച് കാശുണ്ടെന്ന് കരുതി എന്തും ആവാമെന്ന് കരുതരുത്. എനിക്ക് വെറുപ്പ് ഈ കാശിനോടല്ല, ഈ കാശ് തന്ന തന്നോടാണ്. പിന്നെ കാരണം ഇനിയും ഏറ്റുമുട്ടാൻ വന്നാൽ തൻ്റെ കർണം ചുവക്കും, അത് ഇത്ര വലിയ കാശുള്ള വീട്ടിലേതായാലും ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നായിക ഒരു നല്ല അടിപൊളി നടത്തമൊക്കെ നടന്ന് സ്കൂട്ടി കയറി ഒരു തിരിഞ്ഞൊരു നോട്ടമുണ്ട്. നല്ല സീനാട്ടോ. ഇത് ഇത്രയും കഴിഞ്ഞിട്ട് അടുത്ത് കാണിക്കുന്നത് ഈ നായികയും സഹോദരിമാരും പിന്നെ അമ്മയും കൂടി ഒരുമിച്ച് ഇങ്ങനെ നടന്നു വരുന്ന സീനാണ്. ഈ നടന്നു വരുന്ന സീൻ എവിടെയാണ് ഷൂട്ട് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതെ, ട്രിവാൻഡ്രത്തെ മ്യൂസിയത്തിൽ വെച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അതങ്ങനെ ഒരു നല്ല അടിപൊളി സീൻ. ആ ഒരു നടന്നു വരുന്ന ഗെറ്റപ്പിൽ ആ എപ്പിസോഡ് അവിടെ അവസാനിച്ചു. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്.